സ്ഥലത്തും പോകണ്ട. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ പോകണം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. കമോൺ. രാത്രി 7 o'clock ആയിട്ടുണ്ട്. നമ്മളിവിടെ കോഴിക്കോട് റാവിസിലാണ് എത്തിയിട്ടുള്ളത്. കമോൺ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ ടോപ്പ് വ്യൂ. കാലിക്കറ്റ് സിറ്റി മൊത്തം കാണാം. ഇപ്പം നൈറ്റ് ആയതുകൊണ്ടാണ് വ്യൂ അത്രയും കൊള്ളാത്തത്, അല്ലാത്തപ്പോൾ നല്ല വ്യൂ ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ മൊത്തം ബിൽഡിങ്സ് ആണ്. ഡിന്നർ ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. രാത്രിയായിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഇന്നലെ രാത്രി നമ്മൾ കോഴിക്കോട് സ്റ്റേ ചെയ്ത് ഒരു ദിവസം കോഴിക്കോട് സ്റ്റേ ചെയ്തത്. രാത്രി വന്നുകൊണ്ട് അത്ര എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പോകുന്നതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നു. അതിനുള്ള കാഴ്ചകൾ കാണാം. കമോൺ. നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. മലബാർ ഓഷ്യൻ റിസോർട്ടാണിത്. നീലേശ്വരത്താണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലുള്ള കാഴ്ചകൾ കാണാം റിസോർട്ടിൻ്റെ ഒക്കെ. കണ്ടോ? ഓക്കെ ഗൈസ്, വി ഹാവ് അറൈവ്ഡ്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ. ഇതാണ് റിസോർട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ റൂമിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ വന്നിട്ടൊരു ക്ലബ് ഹൗസാണ്. ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. ടേബിൾ ടെന്നീസ്, പൂൾ ടേബിൾ, ജിമ്മ്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇത് വേറൊരു, ഇവിടെ കുറേ ഇതായിട്ടാണ്. ഒരു ഹൗസ് പോലത്തിൽ 2 റൂംസാണ്. രണ്ടെണ്ണം സെപ്പറേറ്റാണ്, ജോയിൻ്റ് അല്ല. പക്ഷേ ഈ ഒരു ഹൗസ് പോലെ അതിൻ്റെ അകത്താണ് റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടുന്ന് നോക്കിയാൽ ബീച്ച് കാണാം. അപ്പോൾ ഇവിടെ കുറേ നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ചെയ്യാൻ. ഞങ്ങളുടെ റൂമിൽ തൊട്ടടുത്താണ് പൂളും വരുന്നത്. റൂമിൽ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ പൂളാണ്. ഇത് ബാക്ക് വശമാണ്. 2-3 ചെയറുണ്ട് അവിടെ ഇരിക്കാൻ. പിന്നെ ആ കാണുന്നതാണ് ഗൈസ് ബീച്ച്. ഇവിടുന്ന് 1 മിനിറ്റ് എടുക്കും ബീച്ച് എത്താൻ. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. അപ്പോൾ ഇവിടെ കുറേ ട്രീസ് ഉണ്ട്. പിന്നെ നല്ല വ്യൂ ആണ്. ആ കാണുന്നതാണ് ബീച്ച്. നമ്മൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ബീച്ചിൽ പോവാം. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഒരു അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വോളിബോൾ കളിക്കാൻ പറ്റും. പിന്നെന്താ ഹാമക്ക് ഉണ്ട്, സ്വിങ് ഉണ്ട്. പിന്നെന്താ ടീ ഷോപ്പ് ഉണ്ട്, സ്നാക്സും ടീയും കിട്ടുന്ന ഒക്കെയാണ് അവിടെ ഉള്ളത്. കുറേ സാധനങ്ങളുണ്ട് അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ആൾക്കാർ പാർട്ടീസിന് എടുക്കാറുണ്ട്. ഇത് പാർട്ടി വെഡ്ഡിങ് ഫങ്ഷൻ ഒക്കെ ചെയ്യാൻ. പിന്നെ ഇതുമാണ് ബാത്റൂം.
അപ്പോൾ ബാത്റൂം കാണാം നമുക്ക്. ഇതാണ് ബാത്റൂം, ഔട്ട്ഡോർ ബാത്റൂമാ എന്ന് വെച്ചാൽ മോൾ വശം കാണാൻ പറ്റും. മോളിൽ തുറന്നിരിക്കുകയാണ്. ദസ് ഓപ്പണിങ് ഇൻ ദ സ്കൈ വ്യൂ പോലാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് ഈ സീഗൾസും പിന്നെ ക്രോ കാക്കയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം, അല്ലാതെ കുഴപ്പമില്ല. മുകളിലൊരു ഓപ്പണിംഗ് ആണ്, സ്കൈ വ്യൂ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നൈറ്റ് ആവുമ്പോൾ നല്ല വ്യൂ ആ. ഇതാണ് ബാത്ത് ടബ്. പിന്നെ ഇതാണ് ഔട്ട് സൈഡ് ഒരു ഗ്രാസ് ഏരിയ പോലെ ഒരു ആണ്. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ബീച്ച്. അവിടെ കുറേ സീറ്റിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. കുറേ പാം ട്രീസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. എന്താ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാ. ഇതെല്ലാം നല്ല രസമല്ലേ? മസ്റ്റ് ഒരിക്കലെങ്കിലും ഇവിടെ പോകേണ്ടതാണ്. ഇതാണ് ടീ ഷോപ്പ്. ഇവിടെ ടീയും സ്നാക്സും എല്ലാം കിട്ടും. നല്ല രസമാണ്. ഇവിടെ കുറേ സ്നാക്സ് ഉണ്ട്, ടീയും ഉണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ടീയും അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു വലിയ സീ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കാണാം. ഗൈസ് ഈ കാണുന്നതാണ് ബേക്കൽ ഫോർട്ട്. അവിടെയാണ് ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് വരുന്ന ബീച്ച് ഉണ്ട് അവിടെ. പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എൻ്റെ ബ്രദർ ഉണ്ടോണ്ട് ഈ ഒരു ഈവനിങ് ടൈമിൽ പോകാൻ പറ്റത്തില്ല. അവൻ കുഞ്ഞായതുകൊണ്ട് ഒത്തിരി സണ്ണിലോട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അവനെ. പിന്നെ ഈ കാണുന്നതാണ് വ്യൂ. കുറേ സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഈ ബേക്കൽ ഫോർട്ട്. ഇവിടെ ഇങ്ങനെയാണ് ഇറങ്ങുകയും കയറുകയും ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല സ്റ്റീപ്പാണ് ഇവിടെ കയറാനും ഇറങ്ങാനും. കയറുന്നതിനേക്കാട്ടിലും പാട് ഇറങ്ങാനാണ്. കാരണം ഒരു ഫോഴ്സിലായിരിക്കും നമ്മൾ വരുന്നത്. ഈ കാണുന്നതാണ് എൻട്രൻസ്. ഒരു കാസൽ പോലെയാണ് ഇത് എൻട്രൻസ് വരുന്നത്. അവിടെ കുറേ ഷോപ്സ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, ജ്യൂസൊക്കെ ഉണ്ട്, ഷോപ്സ് കുറേ. ഇത് ഞങ്ങളിപ്പോൾ തിരിച്ച് വന്ന് ഇത് പിറ്റേ ദിവസമാണ് ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ് നാട്ടിലോട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കൂടെ കാണാം.
ട്യൂഷനെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കൊച്ചിയിൽ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ 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 ബൈ.